ഉപനേതാവ് പദവി CPIക്കില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇപ്പോൾ LDFൽ വലിയ രീതിയിലുള്ള പവർ ഗെയിം നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് സ്ഥാനം CPIക്ക് നൽകില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. പദവിയെ ചൊല്ലി CPIയും CPMും തമ്മിൽ നിലനിന്നിരുന്ന തർക്കത്തിന് ഇതോടുകൂടി അവിടെ ഒരു പുതിയ വഴിത്തിരിവ് ഇവിടെ വരികയാണ്. CPI നേതാവിന്റെ പേരാണോ അതോ CPM നേതാവിന്റെ പേരാണോ സ്പീക്കർ നൽകുന്ന കത്തിൽ ഉണ്ടാവുക എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു അതിലൊരു സംശയവുമില്ല CPM നേതാവിന്റെ പേരായിരിക്കും എന്നതായിരുന്നു പിണറായി വിജയൻ മറുപടി നൽകിയത്. ഇതോടുകൂടി തന്നെ പാർട്ടിക്കുള്ളിൽ വീണ്ടും പൊട്ടിത്തെറി രൂക്ഷമാവുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് ആരാകണമെന്ന കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ തീരുമാനമെടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ് എന്ന നിലപാടും ഇവിടെ പിണറായി വിജയൻ വ്യക്തമാക്കുന്നുണ്ട്. സ്പീക്കർക്ക് ഒരു കത്ത് നൽകുന്നതോടുകൂടി തന്നെ ഉപനേതാവിനെ നിയമിക്കാമെന്നും ആ കത്ത് താനാണ് നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ CPI ഉന്നയിച്ച ആവശ്യത്തെ തള്ളിക്കൊണ്ടുള്ള ഈ പരസ്യ പ്രഖ്യാപനം മുന്നണിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പദവി CPIക്ക് നൽകണമെന്ന ആവശ്യത്തിൽ നിന്ന് ഒരു സാഹചര്യത്തിലും പിന്നോട്ടില്ല എന്ന നിലപാടാണ് CPI ഇതുവരെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. നിയമസഭയിലെ പ്രതിപക്ഷ പ്രവർത്തനങ്ങളിൽ CPIയുടെ പങ്കും പ്രാധാന്യവും പരിഗണിക്കണമെന്ന ആവശ്യമാണ് പാർട്ടി ശക്തമായി തന്നെ ഉയർത്തിയത്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ CPM തയ്യാറാകുന്നില്ല എന്ന സൂചനയാണ് പിണറായിയുടെ പ്രതികരണത്തിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ CPI പ്രതികരിച്ച നിലപാട് കൂടുതൽ കടുപ്പമുള്ളതായിരുന്നു. നിയമസഭയിൽ LDFന്റെ പാർലമെന്ററി യോഗങ്ങളോ കമ്മിറ്റികളോ പഴയ രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ CPIയുടെ ആവശ്യം പരിഗണിക്കേണ്ടി വരുമെന്നും CPI നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുമാത്രമല്ല മുന്നണിക്കുള്ളിൽ സമ്മർദ്ദം ശക്തമാക്കാൻ പാർട്ടി തയ്യാറാകണമെന്ന വ്യക്തമായ സൂചന കൂടിയാണ് ഈ നിലപാട് വിലയിരുത്തിയിരിക്കുന്നത്. അതേസമയം ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെട്ട് CPIക്കെതിരെ ഘടക കക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ CPM രാഷ്ട്രീയ നീക്കം നടത്തുകയാണ് എന്ന ഗുരുതര ആരോപണവും CPI നേതൃത്വം ഉന്നയിച്ചിരുന്നു. മുന്നണിയിലെ പ്രശ്നം ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കുന്നതിന് പകരമായി തന്നെ CPIയെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന വിമർശനവും പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. ഇതോടെയാണ് പിണറായിയുടെ പുതിയ പ്രഖ്യാപനം കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നത്. CPIയുടെ ആവശ്യം അംഗീകരിക്കില്ല എന്ന് പറയുന്നതിലുപരിയായി തന്നെ ഉപനേതാവ് സ്ഥാനത്തേക്ക് CPM നേതാവിനെ തന്നെ നിശ്ചയിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് പ്രതിപക്ഷ നേതാവ് നൽകിയത്. ഇതോടുകൂടി തന്നെ CPI ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് നിർണായകമാകുന്നത്. ഒരു കസേരയുടെ പ്രശ്നമായി തുടങ്ങിയ വാദം ഇപ്പോൾ അല്ലെങ്കിൽ ആ ഒരു വിവാദം ഇപ്പോൾ മുന്നണിയിലെ തന്നെ അധികാര സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള തുറന്ന പോരായി തന്നെ മാറുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയം കാണുന്നത്. CPMന്റെ തീരുമാനത്തിൽ അതായത് അവരുടെ തീരുമാനത്തിന് മുന്നിൽ CPI വഴങ്ങുമോ അതോ പാർലമെന്ററി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സമ്മർദ്ദം ശക്തമാക്കുമോ എന്നതും ഇവിടെ ആശങ്ക ഉയർത്തുന്നു. ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം ഒടുവിൽ തന്നെ ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണോ അതോ LDFനുള്ളിലെ തന്നെ പുതിയ ശക്തി പരീക്ഷണത്തിലേക്ക് ഇത് നീങ്ങുമോ എന്നതൊക്കെ തന്നെ ഇവിടെ കണ്ടറിയേണ്ടതാണ്. പിണറായിയുടെ ഉറച്ച പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ CPIയുടെ അടുത്ത നീക്കം നിർണായകമായിരിക്കും. CPIക്കെതിരെയുള്ള ആ കാര്യങ്ങൾ മുന്നണി ഘടക കക്ഷികളോട് ഒറ്റയ്ക്ക് തന്നെ CPM നിൽക്കണമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവരവരിൽ നിന്ന് തന്നെയാണ് വിവരങ്ങൾ അറിഞ്ഞത്. അതുവരെ ഉടനെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇതിന് മറുപടി നൽകേണ്ടതായിട്ടുണ്ട് എന്നും എന്നാൽ ഇത് പറഞ്ഞതിൽ നിന്നും ഒരർത്ഥത്തിലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.